യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അമ്മോന്യരുടെ നേരെ മുഖം തിരിച്ച് അവരെക്കുറിച്ച് പ്രവചിച്ച് അമ്മോന്യരോട് പറയേണ്ടത്: യഹോവയായ കർത്താവിൻ്റെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ നീ അതിനെയും, ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനെയും, യഹൂദാഗൃഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. അവർ നിങ്കൽ പാളയമടിച്ച് നിവാസങ്ങളെ ഉണ്ടാക്കും. അവർ നിന്റെ ഫലം തിന്നുകയും നിന്റെ പാൽ കുടിക്കുകയും ചെയ്യും. ഞാൻ രബ്ബായെ ഒട്ടകങ്ങൾക്ക് കിടപ്പിടവും അമ്മോന്യരെ ആട്ടിൻകൂട്ടങ്ങൾക്ക് താവളവുമാക്കും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് നീ കൈകൊട്ടി കാലുകൊണ്ട് ചവിട്ടി സർവ്വനിന്ദയോടും കൂടെ ഹൃദയപൂർവ്വം സന്തോഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ ജാതികൾക്ക് കവർച്ചയായി കൊടുക്കും. ഞാൻ നിന്നെ വംശങ്ങളിൽ നിന്ന് ഛേദിച്ച് ദേശങ്ങളിൽ നിന്ന് മുടിച്ച് നശിപ്പിച്ച് കളയും. ഞാൻ യഹോവയെന്ന് നീ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: യഹൂദാഗൃഹം സകല ജാതികളെയും പോലെയത്രേ എന്ന് മോവാബും സേയീരും പറയുന്നത് കൊണ്ട് ഞാൻ മോവാബിൻ്റെ പാർശ്വത്തെ അതിൻ്റെ അതിർത്തികളിലുള്ള പട്ടണങ്ങളായി ദേശത്തിൻ്റെ മഹത്വമായ ബേത് യെശീമോത്ത്, ബാൽ മെയോൻ, കിര്യഥയീം എന്നീ പട്ടണങ്ങൾ മുതൽ തുറന്നു വെച്ച് അവയെ അമ്മോന്യർ ജാതികളുടെ ഇടയിൽ ഓർക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് അമ്മോന്യരോടുകൂടെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. ഇങ്ങനെ ഞാൻ മോവാബിൽ ന്യായവിധി നടത്തും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഏദോം യഹൂദാഗൃഹത്തോട് പ്രതികാരം ചെയ്ത് പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ എദോമിൻ്റെ നേരെ കൈനീട്ടി അതിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ച് അതിനെ ശൂന്യമാക്കി കളയും. തേമാൻ മുതൽ ദേദാൻ വരെ അവർ വാളിനാൽ വീഴും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം എദോമിനോട് പ്രതികാരം നടത്തും. അവർ എൻ്റെ കോപത്തിനും എൻ്റെ ക്രോധത്തിനും തക്കവണ്ണം എദോമിനോട് ചെയ്യും. അപ്പോൾ അവർ എൻ്റെ പ്രതികാരം അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഫെലിസ്ത്യർ പ്രതികാരം ചെയ്ത് പൂർവ്വദ്വേഷത്തോടും നാശം വരുത്തുവാൻ നിന്ന ഹൃദയത്തോടും കൂടെ പകരം വീട്ടിയിരിക്കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഫെലിസ്ത്യരുടെ നേരെ കൈനീട്ടി ക്രേത്യരെ സംഹരിച്ച് കടൽക്കരയിൽ ശേഷിപ്പുള്ളവരെ നശിപ്പിച്ചു കളയും. ഞാൻ ക്രോധശിക്ഷകളോടുകൂടെ അവരോട് മഹാപ്രതികാരം നടത്തും. ഞാൻ പ്രതികാരം അവരോട് നടത്തുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും.